പൊതുപ്രവർത്തകൻ ദിനു വെയിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ദിനു വെയിൽ, താങ്കൾ ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെയാണ് അടൂരിന്റെ പ്രസ്താവനയിൽ? നോക്കൂ, ഏതൊരു വ്യക്തിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകാരം ഏതൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയോ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള അവകാശമുണ്ട്. എനിക്കതിൽ യാതൊരു എതിരഭിപ്രായമില്ല. പക്ഷെ ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തിട്ടുള്ളത് SC എന്ന് പറയുന്ന ഒരു സമുദായത്തെ ആകെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? SC ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അഴിമതി ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായത്തിനുള്ള ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഫണ്ട് കൊടുക്കുന്നത് ആ സമുദായത്തിന് അഴിമതി ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ അത് എത്ര അട്രോഷ്യസ് ആണ്. നോക്കൂ, ഭിന്നശേഷി വിഭാഗക്കാർക്ക് അവർക്ക് നൽകുന്ന പണം എന്ന് പറയുന്നത് അഴിമതി ഉണ്ടാക്കാനുള്ള വഴിയാണ്, അത് വഴി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് എത്ര അട്രോഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് മലയാളിക്ക് ജാതിയുടെ കാര്യം മാത്രം വരുന്ന സമയത്ത് ഇത് നിഷ്കളങ്കമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? അദ്ദേഹം പറയുന്നത് SEC വിഭാഗത്തിലെ അപ്ലിക്കൻസ് ആയിട്ടുള്ള ആളുകൾ പണം എടുത്തുകൊണ്ടുപോയി പണം എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പബ്ലിക് ഫണ്ടാണെന്ന്. എന്നാണ് SEC വിഭാഗത്തിലെ ആളുകൾ ഈ രാജ്യത്തെ പൗരരല്ലേ? ഞങ്ങൾക്ക് എന്താ ഭരണഘടനാ ബോധമില്ലേ? ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഫണ്ടും റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലേ? നോക്കൂ, കാലാകാലങ്ങളായി ഇവിടെയുള്ള മറ്റെല്ലാ സവർണ സമുദായങ്ങൾക്കും ജീവിക്കാൻ കൂടിയുള്ള പണം ഞങ്ങൾ കരം കൊടുത്തുകൊണ്ട്, ഞങ്ങൾ തൊഴിലെടുത്തുകൊണ്ട്, അടിമപ്പണി ചെയ്തുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ആ ഞങ്ങളെയാണോ ഇവർ പറയുന്നത്, വന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളെ കരം കൊടുത്ത പണമാണെന്ന് പഠിപ്പിക്കണമെന്ന് പറയുന്നത്? ഇത് വളരെ കൃത്യമായി ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജനാധിപത്യ ബോധമില്ലാത്തവരാണെന്നും അഴിമതി നടത്താൻ സാധ്യതയുള്ളവരാണെന്നും ഞങ്ങൾ ഡിസ്ഹോണസ്റ്റി ഉള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ ഇന്റൻഷണൽ ആയിട്ടുള്ള പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ദുരുദ്ദേശപരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പരാമർശം എന്നാണ് ഇപ്പോൾ മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേട്ട കാര്യങ്ങളെ മാധ്യമങ്ങളടക്കമുള്ളവ അതിനെതിരെ വിമർശനവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളച്ചൊടിച്ചു എന്ന ധ്വനി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരികയാണ്. നോക്കൂ, ഇന്നലെ എനിക്ക് വളരെ ശ്ലാഘനീയമായി തോന്നിയത് മിനിസ്റ്റർ ബിന്ദുവിന്റെ പ്രതികരണമാണ് ഈ വിഷയത്തിനകത്ത്. അവരതിനെ ഉൾക്കൊണ്ട് തന്നെ പ്രതികരിച്ചു. നോക്കൂ, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന ഫണ്ടിനെ കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും പൊതുവേദിയിൽ വെച്ച് ഞങ്ങൾ ആരെങ്കിലും ഒരു പ്രതികരണം നടത്താമെന്ന് വിചാരിക്കാം. നായന്മാർക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അത് അഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവർ പണം എടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പൊതു ഫണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ വാസവനോ മറ്റേതെങ്കിലും മിനിസ്റ്ററോ വന്നുകൊണ്ട് അത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞതാണെന്ന് പറഞ്ഞൊരു പ്രതികരണം നടത്താനുള്ള ആർജവം അവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ തന്നെ പോയിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആർക്കെതിരെയാണ് പറഞ്ഞത് അവരെ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാനല്ല നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട പുഷ്പവതി പൊയ്പ്പാടത്ത് അടക്കമുള്ള ഞാനടക്കമുള്ള വ്യക്തികൾക്ക് ഇത് ഹ്യൂമിലേഷനായി അനുഭവപ്പെട്ടെന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ ഹ്യൂമിലേഷന്റെ അളവ് പോൽ മിനിസ്റ്റർ അല്ല തീരുമാനിക്കേണ്ടത്, അത് അനുഭവിക്കുന്ന വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. നന്ദി ദിനു വെയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ ബിജു കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു, ഇത് SC/ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള ഒരു അവഹേളനം എന്ന രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതിൽ വലിയ സ്ത്രീ വിരുദ്ധതയും കാണുന്നുണ്ട്. നമുക്കറിയാം SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമാണ് ഈ രീതിയിൽ ഫണ്ട് കൊടുക്കുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഫണ്ടിൽ മാത്രം അങ്ങനെ വലിയൊരു ഇനിഷ്യേറ്റീവ്, അത് കേരളത്തിൽ അങ്ങനെ ഒരു സംരംഭം, അതിനെ വലിയ തോതിൽ തന്നെ പ്രശംസിക്കപ്പെടുന്നുണ്ട്, വലിയ തോതിൽ പ്രശംസിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവ് വേദിയിൽ അഴിമതിക്കുള്ള വഴിയൊരുങ്ങും എന്ന രീതിയിൽ മുനവച്ച് സംസാരിച്ചത്. അപ്പോൾ ഇതിനെ SC/ST വിഭാഗങ്ങൾക്കെതിരായ അധിക്ഷേപം മാത്രമായിട്ടല്ല കാണേണ്ടത്, സ്ത്രീ വിരുദ്ധതയായിട്ട് കൂടി വായിക്കപ്പെടണം എന്ന് തോന്നുന്നു ഡോക്ടർ ബിജു. തീർച്ചയായിട്ടും ഇത് 3 കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് പ്രധാനമായിട്ട് കാണേണ്ടത്. അതിലൊന്ന്, ഈ ഫണ്ട് കൊടുക്കുന്നത് വെറുതെ ആരെങ്കിലും കയറി വന്നാലും കൊടുക്കുന്ന ഫണ്ടല്ല. ഇതൊരു പ്രോപ്പറായി ഗവൺമെന്റിന് അപേക്ഷ പിടിച്ചിട്ട് പൂർണ്ണമായ സ്ക്രിപ്റ്റ് സമർപ്പിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് ഒരു വിദഗ്ധ സമിതി, അതിൽ ആദ്യത്തെ ഒരു കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്ന ആളാണ്. ഞാനും ജോൺ പോൾ സാറും ഒക്കെ ആയിരുന്നു ആ കമ്മിറ്റി അംഗങ്ങൾ. അപ്പൊ അങ്ങനെ വളരെ വിദഗ്ധമായ ഒരു സമിതിയെ ഏർപ്പെടുത്തി അവരത് ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായി പരിശോധിച്ച് മികച്ച സ്ക്രിപ്റ്റുകൾ എഴുതിയ ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ ഇന്റർവ്യൂ നടത്തി അവർക്ക് ഈ സിനിമയുമായി ചെയ്യാനുള്ള ധാരണകളെ പറ്റി വളരെ വിശദമായി പരിശോധിച്ച് അതിനുശേഷം മെന്റർഷിപ്പുകൾ പോലും കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് സിനിമ ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് 1.5 കോടി രൂപ എടുത്ത് അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഇവർക്ക് എന്ത് പരിശീലനം വേണമെന്നാണ് പറയുന്നത്. 2, ഇത്തരത്തിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട്
ഈ കേരള ഗവൺമെന്റ് നടത്തിയ ഏറ്റവും പ്രോഗ്രസീവായ ഒരു നീക്കമാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്കീമിൽ പുറത്തിറങ്ങിയ സിനിമകളുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഏതാണ്ട് ഒരു 6-7 സിനിമകൾ ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ തന്നെയും മോശമാണെങ്കിൽ അല്ലേ ഇതിനകത്ത് ഒരു റീതിങ്കിങ് ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ. ഈ സിനിമകളൊക്കെയും പല സിനിമകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തി ആർജിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ വർഷം ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയതും ഈ സ്കീമിൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയ്ക്കാണ്. അപ്പൊ അത്തരത്തിൽ മികച്ച സിനിമകൾ ശരിയാണ് ഡോക്ടർ ബിജു, താങ്കൾ പറയുന്നത് ശബ്ദമിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്, യാത്രയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഡോക്ടർ ബിജു പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ നിരൂപക പ്രശംസയും അത്തരത്തിൽ അവാർഡുകളൊക്കെ തന്നെയും വാരിക്കൂട്ടുന്ന സിനിമകൾ ഈ രീതിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം വരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.